ഹലോ, ഗുഡ് മോർണിംഗ്. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള ഏരിയയാണ്. ഇതിനകത്ത് എന്താണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്താണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്? അർബൺ ഏരിയയിലും സെമി അർബൺ ഏരിയയിലും ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ക്രെഡിറ്റ് നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദ മെയിൻ പർപ്പസ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദിസ് ബാങ്ക് ഈസ് ടു പ്രൊവൈഡ് ചീപ്പ് ക്രെഡിറ്റ് ടു പീപ്പിൾസ് ലിവിങ് ഇൻ അർബൺ ആൻഡ് സെമി അർബൺ ഏരിയ. അർബൺ ഏരിയയിലും സെമി അർബൺ ഏരിയയിലും ജീവിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ചീപ്പ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഒറിജിൻ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഇന്ത്യയിലെ അതിൻ്റെ ഒറിജിൻ, അതുപോലെ തന്നെ കേരളത്തിൽ എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. Origin of urban cooperative banks in India. First urban cooperative bank was started in India in the year 1912. 1912 ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇൻ 1915 മെക്ലഗൻ കമ്മിറ്റി റെക്കമെൻഡഡ് ടു സ്റ്റാർട്ടിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫോർ പ്രൊവൈഡിംഗ് ചീപ്പ് ക്രെഡിറ്റ് ടു ദ പീപ്പിൾ ലിവിങ് ഇൻ അർബൺ ഏരിയ. അർബൺ ഏരിയയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അർബൻ ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത് 1915 മെക്ലഗൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. ഈ മെക്ലഗൻ കമ്മിറ്റി എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1914 ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. കോപ്പറേറ്റീവ് മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇ.ഡി. മെക്ലഗൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചെയർമാൻഷിപ്പിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. അതുകൊണ്ടാണ് മെക്ലഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. 1914 ഈ കമ്മിറ്റിയെ നിയമിക്കുന്നു. 1915 ഈ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു റെക്കമെൻഡേഷനാണ് എന്ത്, ഈ അർബൺ ഏരിയയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചീപ്പ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ആ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. അതായത് മെമ്പർഷിപ്പ്, കോപ്പറേറ്റീവ് മേഖലയിൽ ആളുകൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുമ്പം അവിടെ എന്താണ് അവരുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കൊടുക്കൽ കമ്പൽസറി ആക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് റിസർവ് ഫണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. കൃത്യസമയത്ത് സൂപ്പർവിഷനും ഇൻസ്പെക്ഷനും ഓഡിറ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യണം. ഇങ്ങനെ ഒത്തിരി തരത്തിലുള്ള റെക്കമെൻഡേഷൻ ഈ കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട് മെക്ലഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ 1915 റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ടിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ അർബൻ കോപ്പറേറ്റീവ് മേഖലയിൽ അർബൻ ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ചീപ്പ് ക്രെഡിറ്റ്, നോൺ അഗ്രികൾച്ചറൽ മേഖലയിൽ ആവശ്യമായിട്ടുള്ള ചീപ്പ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സോ ഗ്രാജ്വലി ദ നമ്പർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഇൻക്രീസ്ഡ്. ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം, മെക്ലഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ രാജ്യത്താകമാനം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ദ നമ്പർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ വാസ് 1400 ഇൻക്ലൂഡിംഗ് ബ്രാഞ്ചസ്. 1400 അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, അതോടൊപ്പം അതിൻ്റെ ബ്രാഞ്ചസും ഉണ്ട്. ഇങ്ങനെ ഇന്ത്യയിൽ ഈ മെക്ലഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം ഒത്തിരി തരത്തിലുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇന്ത്യയിൽ ആകമാനം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ദ ബാങ്ക് അമൗണ്ട്സ് ടു ₹836 crores. ഏകദേശം 836 കോടിയോളം രൂപയാണ് എന്തെന്നത് ഈ ടോട്ടൽ ഡെപ്പോസിറ്റ്. ഈ 1400 അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, അതിൻ്റെ ബ്രാഞ്ചസും ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ വരുന്നത് ഏകദേശം 836
കോടിയോളം രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ മിക്കവാറും ബാങ്കുകളെല്ലാം തന്നെ ഈ ഒരു ഏറെക്കുറെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നിരുന്നത് 4 സ്റ്റേറ്റുകളിലായിട്ടായിരുന്നു. ഓക്കെ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അതുപോലെ തന്നെ കർണാടക ആൻഡ് തമിഴ്നാട്. ഇന്ത്യയിലുള്ള 1400ഓളം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സോ ദേ ആർ ഹൈലി കോൺസെൻട്രേറ്റഡ് ഇൻ 4 സ്റ്റേറ്റ്സ്. അതിൽ ഭൂരിഭാഗവും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക ആൻഡ് തമിഴ്നാട് ഈ 4 സ്റ്റേറ്റുകളിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 1400 നമ്മൾ പറഞ്ഞല്ലോ. അതിനകത്ത് ഏകദേശം ഒരു 950ഓളം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും ഈ 4 സ്റ്റേറ്റിൽ മാത്രമായിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് 1912 പിന്നീട് 1915 മെക്ലഗൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വന്നു. ആ റെക്കമെൻഡേഷനകത്ത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒത്തിരി തരത്തിൽ രാജ്യത്തിനകത്ത് ഒത്തിരി അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ നിലവിൽ വരികയാണ്. ഓക്കെ, ഏകദേശം 1400ഓളം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും അതിൻ്റെ ബ്രാഞ്ചസും ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോഴുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അതിനകത്ത് മിക്കവാറും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് 4 സ്റ്റേറ്റുകളിലാണ്: മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക ആൻഡ് തമിഴ്നാട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ദെൻ പിന്നീട് അക്കോർഡിംഗ് ടു എ സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ ദ റിസർവ് ബാങ്ക്, the minimum share capital of the urban bank is rupees 4 lakhs in metropolitan cities, 3 lakhs in urban area and rupees 1.5 lakhs in semi-urban area. ഇതാണ് ഇതിൻ്റെ ഒരു മിനിമം ഷെയർ ക്യാപിറ്റലിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങണമെങ്കിൽ അതിൻ്റെ മിനിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആണെങ്കിൽ അവിടെ 4 ലക്ഷം രൂപ വേണം, മിനിമം ഷെയർ ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ ഒരു അർബൻ ഏരിയ ആണെങ്കിൽ 3 lakhs rupees ആണ്. സെമി അർബൻ ഏരിയ ആണെങ്കിൽ 1.5 lakhs rupees മിനിമം ഷെയർ ക്യാപിറ്റൽ വേണം. ഓക്കെ, ദെൻ ലോൺ ഓപ്പറേഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ദം ആർ rupees 40 lakhs, 30 lakhs ആൻഡ് 15 lakhs റെസ്പെക്റ്റീവ്ലി. അതിൻ്റെ ലോൺ ഓപ്പറേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണെങ്കിൽ 40 lakhs വരെയാണ് ലോൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അർബൻ ഏരിയ ആണെങ്കിൽ 30 lakhs ആൻഡ് സെമി അർബൻ ഏരിയ ആണെങ്കിൽ 15 lakhs. ഇങ്ങനെയാണ് ഇതിൻ്റെ ലോൺ ഓപ്പറേഷൻ. ഇതാണ് ഇന്ത്യക്കകത്ത് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഒറിജിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നീട് കേരളത്തിൽ എങ്ങനെയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു സെറ്റപ്പ് എന്നുള്ളതാണ് അടുത്തത് പറയാനുള്ളത്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.